ഇതാ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇത് സേലം മാങ്ങ. ഈ മാങ്ങ ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. നല്ല രുചികരമായിട്ടുള്ള സ്വീറ്റ്. അതിനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് മാങ്ങ ഇവിടെ ഞാൻ ചെറിയ ക്യൂബ് പോലെ ഇങ്ങനെ സ്ക്വയർ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ശരിയാക്കാനായിട്ട് ഇത് പാനിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിറക്കി വെച്ച് അല്പം പഞ്ചസാരപ്പൊടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് റെഡി. ക്യാരമലിൻ്റെ വെള്ളം കുറച്ച് കൂടുതലുണ്ടായിരുന്നത് ഞാൻ ഊറ്റി മാറ്റി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നെയ്യ് ചേർത്തത്. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഞാൻ അല്പം ഇതിൻ്റെ മീതെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ആഹാ, അടിപൊളി സൂപ്പർ സ്വീറ്റായി. ഇതാ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.